നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ബേ ലീഫ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കനിൽ പിടിക്കാൻ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈക്ക് അരച്ച മസാല ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് വരും. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിൽ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല പുരട്ടി വെച്ചു. ഇനി ഇതൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കനാണിത്. നമുക്കിനിത് അപ്പോൾ വച്ചിരുന്ന എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ മസാല വെട്ടി വെച്ചിരുന്ന ചിക്കൻ ഞാനിത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഒരു ബാച്ച്. പിന്നെ അടുത്ത ബാച്ചും കൂടി ഇട്ട് കഴിയുമ്പോഴത്തോട്ട് തിരും. അപ്പോൾ എല്ലാവരും ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു.